വിജയകുമാർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. അപ്പോ എല്ലാം ജീവിതമൊക്കെ കുഴപ്പമില്ലാതെ രാവിലെ കണ്ടതിന് ശേഷം പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ? ഒന്നും ഉണ്ടായില്ല. കുറച്ചു പേരുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ 204 പേര് മത്സര രംഗത്തുണ്ട്. അത്രേ ഉള്ളൂ, ബാക്കിയുള്ളതെല്ലാം പോയി. ഏതാണ്ട് 80-86 എണ്ണം തള്ളിയിട്ടുണ്ട്. തള്ളാനുള്ളതെല്ലാം തള്ളി, കൊള്ളാനുള്ളതെല്ലാം കൊള്ളി. അതെ, അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരം. തെരഞ്ഞെടുപ്പിന്റെ ഏകദേശ ചിത്രം തെളിഞ്ഞിട്ടുണ്ട്. മുഖ്യധാരാ സ്ഥാനാർത്ഥികളെ എല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വിവരം. ഡമ്മികൾ പിൻവലിക്കും. തിങ്കളാഴ്ച വരെ അപരന്മാർക്കും റിബലുകൾക്കും പിൻവലിപ്പിക്കാനോ ഉള്ള സമയമാണ്. കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറങ്ങി. ജാതി സെൻസസ് നടപ്പാക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം. ഇതിനിടെ കണ്ണൂർ പാനൂരിലെ ബോംബ് സ്ഫോടനത്തെ ചുറ്റിപ്പറ്റിയാണ് ഇന്ന് സംസ്ഥാനത്തെ വാഗ്വാദങ്ങളെല്ലാം അരങ്ങേറിയത്. CPM-നെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് പ്രതിപക്ഷം. പാർട്ടി പണ്ടേ തള്ളിപ്പറഞ്ഞവരാണ് പ്രതിസ്ഥാനത്തെന്നാണ് CPM-ന്റെ വിശദീകരണം. അപ്പോൾ നമ്മൾ ആരംഭിക്കുന്നു ഇലക്ഷൻ സ്റ്റണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗം കുറച്ചുകൂടെ ക്ലിയർ ആയി. കളത്തിൽ ആരൊക്കെയാണ് ബാക്കിയെന്ന് മനസ്സിലായി. മാത്രമല്ല തിങ്കളാഴ്ച വരെ നോക്കിയാൽ ചില ആൾക്കാരോട് ഇനി പിൻവാങ്ങുമായിരിക്കും. എന്തായാലും മത്സരം കിടക്കുന്നു. നമുക്ക് ഹോട്ടായ കാര്യം നോക്കാം. ഇലക്ഷൻ ഹോട്ട്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാർത്തയിലേക്ക് നമ്മൾ ആദ്യം കടക്കുകയാണ്. ആയിക്കോട്ടെ. കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറക്കി. പറഞ്ഞ കാര്യങ്ങളെക്കാൾ പറയാത്ത കാര്യങ്ങളെ ചൊല്ലിയാണ് ഇപ്പോൾ ചർച്ചകൾ മുഴുവൻ നടക്കുന്നത്. മനസ്സിലായില്ല? യെസ്, അത് വിശദമായി വരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസ് കുറെ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ മറുപടി പറയേണ്ടി വരും. അപ്പോൾ അതിന്റെ കഥ ഇങ്ങനെയാണ്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പൗരത്വ ഭേദഗതി നിയമത്തിന് എന്ത് സംഭവിക്കുമെന്ന ചോദ്യത്തിന് പ്രകടന പത്രികയിൽ ഉത്തരമില്ല. നമ്പർ 1. ഇനി യുവാക്കൾക്ക് തൊഴിലും സ്ത്രീകൾക്ക് വരുമാനവും കർഷകർക്ക് താങ്ങുവിലയും ഉറപ്പാക്കുമെന്നും വാഗ്ദാനമുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ ഇതാ. യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ, തൊഴിലാളികൾ, സമത്വം എന്നീ 5 തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയായ ന്യായ് പത്ര തയ്യാറാക്കിയിരിക്കുന്നത്. ഭാരത് ജോഡോ ന്യായ് യാത്രയിലൂടെ രാഹുൽ ഗാന്ധി ജനങ്ങളിൽ നിന്നും സമാഹരിച്ച ആശയങ്ങളാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും വലിയ വോട്ട് ബാങ്കായ അതിസാധാരണക്കാരെയാണ് കോൺഗ്രസ് ഇത്തവണ ലക്ഷ്യം വെക്കുന്നത്. തൊഴിൽ, ക്ഷേമ പദ്ധതികൾ, സാമ്പത്തിക രംഗം എന്നീ 3 ആപ്തവാക്യങ്ങളിൽ അധിഷ്ഠിതമായാണ് പത്രിക തയ്യാറാക്കിയതെന്ന ആമുഖത്തോടെയാണ് കോൺഗ്രസ് ന്യായ് പത്ര പുറത്തിറക്കിയത്. The overall theme of the Congress manifesto is 3 powerful words: work, wealth and welfare. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ 30 ലക്ഷത്തോളം ഒഴിവുകൾ നികത്തും. തൊഴിലുറപ്പ് പദ്ധതിയിലെ കുറഞ്ഞ ദിവസവേതനം 400 രൂപയാക്കും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1000 രൂപ. പാവപ്പെട്ട സ്ത്രീകൾക്ക് വർഷത്തിൽ 1 ലക്ഷം രൂപ നൽകുന്ന മഹാലക്ഷ്മി പദ്ധതി. കർഷകർക്ക് സ്വാമിനാഥൻ ഫോർമുല അനുസരിച്ച് താങ്ങുവില. തൊഴിലാളികൾക്ക് സാർവത്രിക ആരോഗ്യ പരിരക്ഷ. എല്ലാ ജില്ലയിലും മെഡിക്കൽ കോളേജ്. രാജ്യവ്യാപകമായി ജാതി സെൻസസ് എന്നിങ്ങനെ പോകുന്നു പ്രഖ്യാപനങ്ങൾ. ജനങ്ങളാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക തയ്യാറാക്കിയതെന്ന് രാഹുൽ ഗാന്ധി. This election is about those who are trying to destroy the constitution and destroy democracy in this country versus those who are trying to protect the constitution and protect democracy in this country. തൊഴിൽ അവകാശമാക്കി നിയമം കൊണ്ടുവരും. തൊഴിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്യും തുടങ്ങി CPIM-ന്റെ പ്രകടന പത്രികയിലെ പല കാര്യങ്ങളും കോൺഗ്രസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മോദി സർക്കാരിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വരികയും CPIM പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്ത UAPA, PMLA തുടങ്ങിയ പല വിഷയങ്ങളും കോൺഗ്രസ് പരാമർശിക്കുന്നില്ല. ജമ്മു കശ്മീരിന് സംസ്ഥാന പദവി നൽകുമെന്ന് പറയുമ്പോഴും പ്രത്യേക പദവിയുടെ കാര്യത്തിൽ മൗനമാണ്. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുന്നതിലും നിലപാടില്ല. പൗരത്വ വിഷയം പരാമർശിക്കുക പോലും ചെയ്യാത്തതിനെ വിമർശിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ CAA പറ്റി ഒരക്ഷരം വേണ്ടിയിട്ടില്ല. പക്ഷേ അത് പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു പൗരത്വ ഭേദഗതി നിയമം ഉണ്ട് എന്ന് കോൺഗ്രസിന് അറിയുന്നില്ല. ഇന്ന് രാത്രി കഴിഞ്ഞ് രാവിലെ പറയാമെന്ന് പറഞ്ഞ് ഇതേവരെ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ പ്രകടന പത്രികയിലും ഒന്നും പറയുന്നില്ല. മറുപടിയുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അത് മാനിഫെസ്റ്റോയിൽ പറയേണ്ട കാര്യമല്ല സുഹൃത്തെ. അതൊക്കെ മാനിഫെസ്റ്റോ അത് ആ നിയമത്തിൽ നടക്കുന്ന നടപടി. മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ അതും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ നിയമങ്ങളും പറഞ്ഞിട്ടുണ്ട്. വായിച്ചു നോക്കിയാൽ അറിയാം. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, P ചിദംബരം എന്നിവർ ചേർന്നാണ് കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. ഭരണം ലഭിച്ചപ്പോൾ ഒന്നും ചെയ്യാത്ത കോൺഗ്രസാണ് വീണ്ടും വാഗ്ദാനങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നതെന്നാണ് പത്രികയോടുള്ള BJPയുടെ പ്രതികരണം. പ്രകടന പത്രികയിൽ ഉപയോഗിച്ച പല ചിത്രങ്ങളും വിദേശത്തു നിന്നുള്ളതാണെന്നും BJP പരിഹസിച്ചു. പ്രതിപക്ഷത്തിന്റെ ബദൽ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുമ്പോഴും
ഉത്തരേന്ത്യൻ മണ്ണിൽ വിവാദമാകാൻ ഇടയുള്ള പല വിഷയങ്ങളും വിശാലമായ അർത്ഥത്തിൽ ഉൾപ്പെടുത്താൻ മാത്രമേ പ്രകടന പത്രികയിൽ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുള്ളൂ. ഹിമാചൽ പ്രദേശിലും തെലങ്കാനയിലും കർണാടകയിലും വിജയം കണ്ട സാധാരണക്കാരെ ഉദ്ദേശിച്ചുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. മോഹൻകുമാറിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. വിജയകുമാർ, നമ്മുടെ ഈ അപരന്മാരുടെ കാര്യം എന്തായി? അപരന്മാര് കോട്ടയത്ത് രണ്ടുപേര് വലിയ പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു UDF-ന്. അതിനെ രണ്ടിനും തള്ളി. ശൈലജ ടീച്ചറിന്റെ ഒരാള് മറ്റോ ബാക്കിയുണ്ടെന്ന് തോന്നുന്നു ആ വടകര മണ്ഡലത്തിൽ. കാസർഗോഡ് അവിടെ ഉണ്ട്. അപ്പം കുറെ ആളുകളുണ്ട്, കുറെ പേരെ തള്ളി. എനിക്കൊന്ന് തെരഞ്ഞെടുപ്പിൽ ഒരു അശ്ലീലമായി. അതെ അതെ അതെ. ഇത് എന്നുവെച്ചാൽ ഒരു പോരാട്ടം നടക്കുകയാണ്, ജനാധിപത്യ ഉത്സവത്തിലെ പോരാട്ടം. ആ പോരാട്ടത്തിനിടയ്ക്ക് പിന്നിൽ നിന്നും കുത്താനുള്ള അപരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെന്റ് അതിലേക്ക് പോകണം. എന്തോ പറയാൻ തുടങ്ങി. അല്ല, ഞാൻ പറഞ്ഞെന്താ പറയുക, ഈ വോട്ടിനും വോട്ടറിനും ഏറ്റവും വിലയുള്ള ഒരു സമയത്തേ ഉള്ളൂ തെരഞ്ഞെടുപ്പാണ്. ആ കാലം എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്യണം. നമ്മുടെ ഈ കല്യാണത്തിനൊക്കെ ചെറുക്കനും പെണ്ണിനും വിലയുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അന്ന് വിലസിക്കോണം. അതുപോലെ ഇന്ന് വിലസിക്കോണം. കാണാൻ നമുക്കൊരു വോട്ടിന്റെ വില. നമ്മളപ്പോൾ പറയാൻ പോകുന്ന അപരന്മാരെ പറ്റി തന്നെയാണ്. അപരന്മാർ ജയവും തോൽവിയും നിർണയിച്ച നിരവധി തെരഞ്ഞെടുപ്പുകൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇത്തവണയും അപരന്മാർ അങ്ങനെ നിറഞ്ഞാടുകയാണ്. എതിരാളികളുടെ വോട്ട് ചോർത്താനുള്ള ഈ കുറുക്കു വഴി തെരഞ്ഞെടുപ്പുകൾ ആരംഭിച്ച കാലം മുതലേ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ട്. ഒറിജിനൽ ഏതെന്ന് വോട്ടർമാരെ കുഴപ്പിക്കുക, ഫോട്ടോ ഫിനിഷെങ്കിൽ തോൽവിക്ക് വഴിയൊരുക്കുക. അപരന്മാരുടെ പാര അത്ര നിസ്സാരമല്ലെന്ന് തിരഞ്ഞെടുപ്പ് ചരിത്രം പറയുന്നു. 2004 ആലപ്പുഴയിൽ VM സുധീരൻ തോറ്റത് 1009 വോട്ടുകൾക്ക്. അന്ന് അപരൻ പെട്ടിയിലാക്കിയത് 8282 വോട്ടുകൾ. പേരിലെ സാമ്യം മാത്രമല്ല, അപരന് ലഭിച്ച ചിഹ്നവും സുധീരന് തിരിച്ചടിയായി. കൈപ്പത്തിക്ക് സമാനമെന്ന് തോന്നിപ്പിച്ച ഷട്ടിൽ കോക്ക് ചിഹ്നം കൂടുതൽ വോട്ട് സമാഹരിക്കാൻ അപരനെ സഹായിച്ചു. 2009 കോഴിക്കോട് PA മുഹമ്മദ് റിയാസ് തോറ്റത് 838 വോട്ടുകൾക്ക്. അപരന്മാർ ചേർന്ന് ചോർത്തിയത് 6371 വോട്ട്. വേറെയുമുണ്ട് സമാനമായ അനവധി ഉദാഹരണങ്ങൾ. ഇത്തവണയും സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അപരന്മാർക്ക് കുറവില്ല. ഇക്കുറി അപരവിളയാട്ടം ഏറ്റവും അധികം ഭയപ്പെടുത്തിയത് കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിനെ. സ്ഥാനാർത്ഥിയുടെ പാർട്ടിയായ കേരള കോൺഗ്രസിന് അംഗീകൃത തിരഞ്ഞെടുപ്പ് ചിഹ്നം ഇല്ലെന്നതായിരുന്നു പ്രധാന വെല്ലുവിളി. എന്നാൽ രണ്ട് അപരന്മാരുടെയും പത്രിക തള്ളിയതോടെ ആശ്വാസം. പാലക്കാട് LDF സ്ഥാനാർത്ഥി A വിജയരാഘവന്റെ അപരനും തിരിച്ചടി നേരിട്ടു. അവർക്ക് 3 കിട്ടിയിടുന്നതിന്റെ സങ്കടം. അതെ, അത് 4 5 ആക്കാമായിരുന്നായിരിക്കും. എന്ത് പറ്റിയെന്ന് അറിയില്ല കേട്ടോ. അത് ചുരുങ്ങിപ്പോയി ഇപ്പോഴാണ്, കാരണം അവർക്ക് ഒരു 5 10 ആക്കാമായിരുന്നു. എന്നാൽ മറ്റിടങ്ങളിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. ഗ്ലാമർ പോരാട്ടം നടക്കുന്ന വടകരയിൽ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്ക് ശൈലജ K, ശൈലജ KK, ശൈലജ P എന്നിങ്ങനെ 3 അപരർ. UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനുമുണ്ട് ഒരപരൻ. കണ്ണൂരിൽ MV ജയരാജന് 3, K സുധാകരന് 2 അപരന്മാർ. കോഴിക്കോട് മണ്ഡലത്തിൽ LDF UDF സ്ഥാനാർത്ഥികൾക്ക് 3 വീതം അപരന്മാർ. തിരുവനന്തപുരത്ത് ശശി തരൂരിനും കൊല്ലത്ത് NK പ്രേമചന്ദ്രനും അപര വെല്ലുവിളിയുണ്ട്. ഇതോടൊപ്പം പൊന്നാനിയിലും മാവേലിക്കരയിലും ആറ്റിങ്ങലിലുമെല്ലാം അപര സാന്നിധ്യമുണ്ട്. പത്രിക തയ്യാറാക്കുന്നത് മുതൽ കെട്ടിവെക്കാനുള്ള പണം വരെ നൽകി അപരന്മാരെ നിയോഗിക്കുന്നത് പ്രധാന മുന്നണികൾ തന്നെ. ഒരുതരം പറ്റിക്കൽ അടവ്. സാധ്യതകളുടെ കലയാണല്ലോ രാഷ്ട്രീയം. പ്രജ്വൽ സുരേഷിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. വിജയകുമാർ, ഈ അപരന്മാരെ മാത്രമല്ല, ഒരുപാട് വ്യാജ വാർത്തകൾ ഇപ്പോൾ ഇറങ്ങുന്നു. പണ്ടൊക്കെ നമ്മൾ സാധാരണ സോഷ്യൽ മീഡിയ ചില പ്രധാനപ്പെട്ട ആൾക്കാർ മരിച്ചുപോയി എന്നുള്ള വാർത്തയായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, മറ്റു ചില വാർത്തകൾ അത് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു കാലമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം. ഒരാൾക്ക് വീട്ടിൽ ഇരുന്ന് ഇതൊക്കെ ചെയ്യാമല്ലോ. സമൂഹ മാധ്യമങ്ങൾ വന്നവിടെ വീട്ടിലിരുന്ന് ഇതൊക്കെ പ്രചരിപ്പിക്കാം എന്നത് വലിയ സൗകര്യമേ ആളുകൾക്ക്. അതുകൊണ്ട് എന്താ, നുണപ്രചരണങ്ങളും വ്യാജ പ്രചാരണങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ ഒഴുകുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വ്യാജ പ്രചാരണങ്ങൾ സംബന്ധിച്ച 1 ഡസനിലധികം പരാതികളാണ് ഉയർന്നു വന്നത്. അതൊക്കെ ഏതൊക്കെയെന്നും അതെങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. അതെ, മുന്നിലൂടെ വരുന്നത് AI ആണോ, അപരനാണോ, ഡെമ്മി ആണോ, ഷാഡോ ആണോ എന്നൊന്നും അറിയാത്ത കാലമാണ്. തൊട്ടടുത്ത കവലയിലിരുന്ന് അങ്ങ് ഉത്തരേന്ത്യയിലിരിക്കുന്ന നേതാവിൻ്റെ AI പ്രസംഗം പോലും കേൾക്കുന്ന സമയം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആദ്യത്തെ വ്യാജനെത്തിയത് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വട്ടം ചുറ്റിച്ചാണ്. കേരളത്തിൽ ഏപ്രിൽ 19-നാണ് തെരഞ്ഞെടുപ്പെന്നായിരുന്നു ആ വ്യാജ സന്ദേശം.
സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള വ്യാജ പ്രചാരണങ്ങളിൽ ഏറ്റവും ഒടുവിലെത്തിയത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി AM ആരിഫിന്റേതാണ്. ഏതോ നാട്ടിലെ MLAയെ നാട്ടുകാർ വഴക്കിട്ടോടിക്കുന്നത് MP ആണെന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നു. ശബരിമലയെ പറ്റിയുള്ള പ്രസംഗം ഇതിനിടയിൽ ചേർത്ത് വെക്കുകയും ചെയ്തു. വ്യാജ വീഡിയോ കോൺഗ്രസും BJPയും കൂടെ മത്സരിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാന്ന് വെച്ചാൽ പിടിക്കും. ഏതായാലും കോൺഗ്രസിൻ്റെ ഔദ്യോഗിക മീഡിയ വഴി വരെയും പ്രചരിപ്പിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ നെറികെട്ട രാഷ്ട്രീയ പ്രചരണമാണ്. പരാതി കൊടുത്തിട്ടുണ്ട്, ഇനിയും കൊടുക്കും. ഓരോ സ്ഥലത്ത് അവർ ഓരോ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ്. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ EP ജയരാജൻ ബിസിനസ് ബന്ധ ആരോപണത്തിൽ കേസ് അങ്ങ് ഡൽഹിയിലാണ്. പ്രചരിപ്പിച്ചവർ ഡൽഹിയിൽ പോയി മറുപടി പറയേണ്ടി വരും. കേന്ദ്രമന്ത്രിക്കൊപ്പം EP ജയരാജന്റെ ഭാര്യയുടെ ചിത്രം വെട്ടിയൊട്ടിച്ചവരെയും പ്രചരിപ്പിച്ചവരെയും തപ്പി പോലീസ് ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. വടകര മണ്ഡലം LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെ മോശം പരാമർശവുമായി പ്രചാരണം നടത്തുന്നതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി ലഭിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബ്രാൻഡ് അംബാസഡറാണ് എന്നറിയാതെ ടൊവിനോയുടെ ചിത്രം തൃശൂരിലെ ഇടതു സ്ഥാനാർത്ഥി VS സുനിൽകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. ടൊവിനോയുടെ നിർദ്ദേശപ്രകാരം അത് പിൻവലിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് നടന്നത് വ്യാജ പ്രചാരണം. ടൊവിനോ പോലും അറിയാതെ ഫോട്ടോഷോപ്പ് വഴി തയ്യാറാക്കിയ ചിത്രം ടൊവിനോ പിൻവലിച്ചു എന്ന തരത്തിലായിരുന്നു പ്രചാരണം. പിന്നീട് ചിത്രം എന്തുകൊണ്ട് പിൻവലിച്ചു എന്ന കാരണം വ്യക്തമാക്കി ടൊവിനോ തന്നെ രംഗത്തെത്തി. ആലപ്പുഴയിലും ഇടുക്കിയിലും UDF സ്ഥാനാർത്ഥികൾ വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ നിയമ നടപടികളിലേക്ക് നീങ്ങി. 2004 രാജസ്ഥാനിലെ അന്നത്തെ ഖനിമന്ത്രിയുമായി ചേർന്ന് കരിമണൽ വ്യവസായികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ KC വേണുഗോപാൽ കൈക്കൂലി വാങ്ങിയെന്ന ശോഭാ സുരേന്ദ്രന്റെ ആരോപണത്തിനെതിരെ KC വേണുഗോപാൽ ക്രിമിനൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് നടത്തിയ ആരോപണത്തിനെതിരെ ഡീൻ കുര്യാക്കോസും മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തു. 24 ആലപ്പുഴ. എന്തായാലും ഈ കേസിന്റെ പ്രളയമായിരിക്കും അല്ലേ? ഇനിയും കുറെ ദിവസങ്ങളുണ്ടല്ലോ. അതെ, അപ്പൊ ഇതിനിടയിൽ എന്തെല്ലാം, കാരണം ഇത് ഏറ്റവും വലിയ സൗകര്യം എന്താന്ന് ചോദിച്ചാൽ ഒരു ചെറിയ മൊബൈൽ ഫോൺ എടുത്ത് അതത്തെ മുറിയിൽ പോയിരുന്ന് കുറ്റിയിട്ടിട്ട് കുത്തി തുടങ്ങിയാൽ മതി അല്ലേ? ഈ കുത്തി കൊള്ളുന്നവനാണ് ഇവർ അറിയുക എന്നുള്ളതേ ഉള്ളൂ. ഇവരെയൊക്കെ എത്ര കാര്യമായി ഇവരുടെയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ വലിയ സമയം വല്ലാത്തൊരു ടെൻഷൻ ആകുമല്ലോ. കാരണം അവർ ജീവിതത്തിൽ ആലോചിക്കാത്ത കാര്യങ്ങളല്ലേ ഇവർ എഴുതി വിടുന്നത്. മറുപടി പറയേണ്ടത് ഇവരാണല്ലോ. ഈ എഴുതി വിടുന്നവർക്ക് വിട്ടാൽ മതിയല്ലോ. എന്നാൽ ഈ കടുത്ത ചൂടിന്റെ പിന്നിൽ നമുക്ക് സ്ഥാനാർത്ഥികൾക്കൊപ്പം സഞ്ചരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് സ്ഥാനാർത്ഥികളെ അന്വേഷിക്കാം അല്ലേ? സ്ഥാനാർത്ഥിക്കൊപ്പം പത്തനംതിട്ടയിലെ മത്സരത്തിന് പ്രത്യേകതയുണ്ട്. തോമസ് ഐസക് അവിടെ സ്ഥാനാർത്ഥി ആയതോടെ അവിടെ സാധാരണഗതിയിൽ ചർച്ച ചെയ്യേണ്ട വിഷയത്തിന് അപ്പുറത്തുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ ആഗോള സമ്പദ് വ്യവസ്ഥ ചർച്ച ചെയ്യുന്നുണ്ട്, ചർച്ച് ബില്ലുണ്ട്, റബ്ബറിന്റെ വിലയുണ്ട്, ശബരിമലയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ വിശ്വാസം, ആചാരം, അങ്ങനെ വഴിയെ പോകുന്നതും വേലിയിൽ ഇരിക്കുന്നതുമായ സർവ്വ വിഷയങ്ങളും പത്തനംതിട്ടയിൽ ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ. അതെന്തായാലും പത്തനംതിട്ട ആ കാര്യത്തിൽ ഭാഗ്യമാണ്. കാര്യം പഴയ ഒരു സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിലെ പ്രൊഫസറാണ് അവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഗോള സാമ്പത്തിക ശാസ്ത്രമൊക്കെ തീർച്ചയായിട്ടും അവിടെ അനാവരണം ചെയ്യപ്പെടും. ഈ സമ്പദ് വ്യവസ്ഥയിൽ മാന്ദ്യമുണ്ടോ എന്നത് മുതൽ കുടുംബശ്രീ അച്ചാറിന് ഉപ്പ് കൂടുതലാണെന്നുള്ള ചിന്ത വരെ ഇപ്പോൾ ചർച്ചയ്ക്ക് വിഷയീഭവിക്കുന്നു. സ്ഥാനാർത്ഥികൾക്കൊപ്പമുള്ള ഈ യാത്രയിൽ അറിയാം കാര്യങ്ങളൊക്കെ. ശോശാമ്മ അമ്മച്ചിക്ക് 101 വയസ്സുണ്ട്. അപ്പോൾ അമ്മച്ചിയെ കാണാൻ സ്ഥാനാർത്ഥി എത്തി വോട്ട് ചോദിക്കാൻ ഇപ്പോൾ 2009 മുതലുള്ള പതിവാണത്. അതെ ഈ വീട്ടിൽ വരാറുണ്ട്. അപ്പോൾ അമ്മച്ചി ഒരിക്കലും മാറാതെ വോട്ട് ചെയ്യുന്ന ആളാണ്. അമ്മച്ചിയുടെ ഹൃദയത്തിൽ കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ ചിഹ്നം അത് നുകം വെച്ച കാള തൊട്ട് വോട്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. നുകം വെച്ച കാള ഞാൻ ചെയ്തിട്ടില്ല, അവരെ എനിക്ക് ഓർമ്മയില്ല. അല്ല, അമ്മച്ചിയെ പോലുള്ള ഹൃദയത്തിൽ ദേശസ്നേഹവും ഹൃദയത്തിൽ കോൺഗ്രസ് വികാരമുള്ള ആളുകളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രചോദനം, ഞങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്നത്. വീട്ടുകാരും ഈ അവരെ കോൺഗ്രസിനായി ചെയ്യത്തുള്ളൂ. എന്നുണ്ട് മകൻ ഞാനിങ്ങനെ കാണാനിരിക്കുകയായിരുന്നു. മകൻ പിരിഞ്ഞെന്നത് വായിക്കുന്നുണ്ട്. ഞാൻ ചിഹ്നത്തിൽ വോട്ട് ചെയ്യും.
വേണോ? ഇവരൊക്കെ പോലുള്ളവരാണ് ആത്മവിശ്വാസം. അതെ, ഇവിടെ വന്നപ്പോൾ എൻ്റെ ആത്മവിശ്വാസം കൂടിയിട്ടേ ഉള്ളൂ. കാര്യം ഇവിടുത്തെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ ഇത്രയും യുവാക്കളുള്ള ഒരു സ്ഥലം, കർഷകരുള്ളൊരു സ്ഥലം, ഇവിടെ ഒരു ഇൻഡസ്ട്രിയൽ പാർക്കില്ല, ഒരു IT പാർക്കില്ല, ഏതെങ്കിലും ഒരു സെൻട്രൽ ഗവൺമെൻറ് PSUവിൻ്റെ ഒരു യൂണിറ്റ് ഇല്ല, ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് യൂണിറ്റ് ഇല്ല. ഇപ്പോൾ ശബരിമല മാരമൺ കൺവെൻഷൻ, അതുപോലെ പരിമല ദേവാലയം, ആറന്മുള വള്ളംകളി, ഇതെല്ലാം ഉള്ള ഒരു വലിയൊരു റിലീജിയസ് കൾച്ചറൽ ഹബ്ബാക്കി മാറ്റാൻ സാധ്യതയുള്ളൊരു സ്ഥലത്ത് ഇന്നും അടിസ്ഥാന സൗകര്യങ്ങളില്ല. നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ചതിന് ശേഷം രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടന്നിരിക്കുകയാണ് LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്. ഇപ്പോൾ വാഹന പ്രചരണ ജാഥയുടെ തിരക്കിലാണ്. പരമാവധി ആളുകളെ നേരിട്ട് കാണാനുള്ള ഒരു ശ്രമത്തിലാണ്. 15 വർഷം പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനല്ല ശ്രമിക്കുന്നത്. അടുത്ത 5 വർഷം ചെയ്യാൻ പോണ കാര്യങ്ങൾ എണ്ണി അങ്ങ് പറയലാണ്. അത് മാനിഫെസ്റ്റോ ആയിട്ട്, നോട്ടീസുകളായിട്ട് എല്ലാം എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ കോൺട്രാസ്റ്റ് ഭയങ്കരമായിരിക്കും. നമ്മൾ എത്രയും കാര്യങ്ങൾ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ എന്തുകൊണ്ട് അപ്പോൾ പെട്ടെന്ന് ചിന്തിക്കും 15 വർഷം എന്ത് നടന്നു എന്നുള്ളത്. അതാണ് ഞങ്ങളുടെ പ്രചരണ തന്ത്രം. ശബരിമല വിധിയും പ്രതിഷേധവും കൊണ്ട് മുഖരിതമായ അന്തരീക്ഷമൊന്നുമല്ല ഇന്നത്തെ പത്തനംതിട്ടയുടേത്. വികസനവും വികസന മുരടിപ്പും പറഞ്ഞും കൊണ്ടും കൊടുത്തുമൊക്കെയാണ് സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിക്കുന്നത്. ഈ പോരാട്ടത്തിൽ ആരാകും മല കയറുക? കാത്തിരിക്കാം. വിജയകുമാർ, സയ്യിദ് മുനീർ അൽ ബുഖാരി തങ്ങൾ കട്ടിലങ്ങാടി അദ്ദേഹം പറയുന്നത് വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നവർക്ക് പൊതുജന മധ്യത്തിൽ ചാട്ടേടി ശിക്ഷ തന്നെ കൊടുക്കണം. ഇതിനൊക്കെയുള്ള നിയമമുണ്ടോ? അതൊക്കെ ഇത്തിരി പാടാണ്. എന്നാലും ഇത് ഒരു തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നല്ല മാന്യമായിട്ട് നടക്കുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പടച്ചുവിടുക, അത് ഷെയർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് വലിയ വലിയ അപരാധം തന്നെയാണ്. ഷെയർ ചെയ്താലും പ്രശ്നമാണ്. അതുകൊണ്ട് ഷെയർ ചെയ്ത ആളുകളിലേക്കും ഈ തുല്യ കുറ്റമാണ്. സൂക്ഷിക്കണം. എന്ത് കിട്ടിയാലും ചില ആളുകൾ ഉടനെ എടുത്ത് ഫോർവേഡ് ചെയ്ത് ചെയ്യാൻ പാടില്ല. പഴയ സുഹൃത്തുക്കളൊക്കെ ഓർമ്മിക്കാൻ വേണ്ടി ഇത് ഫോർവേഡ് ചെയ്യും. അവരെ കുരിശിലാക്കരുത്. അപ്പോൾ നമുക്കിനി വിജയ ഒരു ചെറിയൊരു ബ്രേക്ക് വേണം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലല്ല, ഇത് ചെറിയ ഇടവേള തന്നെയാണ്. അപ്പോൾ ഈ ഇടവേള കഴിഞ്ഞു വരുമ്പോൾ നമ്മൾ രാഷ്ട്രീയ കേരളത്തിൻ്റെ അടിവേരുകൾ തോണ്ടുന്ന ഒരു യാത്രയുണ്ട്, വേരുകൾ. അതിലേക്ക് വേരുകൾ തേടി പോകും. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഇലക്ഷൻ സ്റ്റണ്ട് തുടരുകയാണ്. എനിക്കൊപ്പം എസ് വിജയകുമാർ. ഇനി നമ്മൾ കേരള രാഷ്ട്രീയത്തിലെ വേരുകൾ തേടുന്ന സെഗ്മെന്റിലേക്കാണ്. വേരുകൾ. ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇത് പക്ഷേ കുറച്ചുകൂടി പ്രധാനപ്പെട്ട ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെയോ CPM സംസ്ഥാന കമ്മിറ്റിയുടെയോ നേതൃസ്ഥാനത്തേക്ക് ഒരു വനിത എന്നു വരും. അതാണ് KR ഗൗരിയമ്മയ്ക്ക് അധ്യക്ഷയാകാൻ പുറത്തുപോയി സ്വന്തം പാർട്ടി ഉണ്ടാക്കേണ്ടി വന്നു. എന്നാൽ ഇപ്പോഴല്ല, ഒരുപാട് പണ്ട് KPCCക്ക് 2 അധ്യക്ഷന്മാരുണ്ടായിരുന്നു. കുഞ്ഞിക്കാവ് അമ്മയും AV കുട്ടിമാളുവമ്മയും. കുഞ്ഞിക്കാവ് അമ്മ 1934 3 മാസവും AV കുട്ടിമാളുവമ്മ പിന്നീട് 1 കൊല്ലവും അധ്യക്ഷയായിരുന്ന ചരിത്രമാണ് ഔദ്യോഗിക രേഖകളിലുള്ളത്. എന്നാൽ 2 വട്ടം കൂടി കുട്ടിമാളുവമ്മ അധ്യക്ഷയാവുകയും അതൊക്കെ പുരുഷ കേസരികൾ അട്ടിമറിക്കുകയും ചെയ്തിട്ടുണ്ട്. അധികമാരും അറിഞ്ഞിട്ടില്ലാത്ത ആ ഒരു കഥയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ ക്ഷണിക്കുന്നു. ഐക്യ കേരളം ഒരു സങ്കല്പം മാത്രമായിരുന്ന 1934 കുഞ്ഞിക്കാവമ്മ KPCCയുടെ അധ്യക്ഷയായത്. തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും പ്രത്യേക കോൺഗ്രസ് കമ്മിറ്റികൾ മാത്രമല്ല അന്ന്. ട്രാവൻകൂർ തമിഴ്നാട് കോൺഗ്രസ് വേറെയും ഉണ്ടായിരുന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ MP നാരായണ മേനോൻ തെരഞ്ഞെടുക്കപ്പെട്ടു. 1935-36 AV കുട്ടിമാളു അമ്മ ആദ്യം KPCC അധ്യക്ഷയാകുന്നത്. 1944 KPCC അധ്യക്ഷയായി AV കുട്ടിമാളു അമ്മയെ നിയമിച്ചാണ് അഖിലേന്ത്യാ നേതൃത്വം ഉത്തരവിട്ടത്. കുട്ടിമാളു അമ്മ ചുമതല ഏൽക്കുകയും ചെയ്തു. പക്ഷേ പ്രവർത്തനം തുടങ്ങിയപ്പോഴേക്കും ഭർത്താവ് കോഴിപ്പുറത്ത് മാധവമേനോൻ അധ്യക്ഷനായി പുതിയ കമ്മിറ്റി നിലവിൽ വന്നു. 1952 തിരുക്കൊച്ചിക്കും മലബാറിനും 2 പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ ഉള്ളപ്പോൾ ഐക്യ കേരളം എന്ന നിലയിൽ KPCC രൂപീകരിച്ചു. AV കുട്ടിമാളു അമ്മ അധ്യക്ഷയുമായി. ഫെബ്രുവരി 29 നിയമനം. എന്നാൽ ഏപ്രിൽ 27 ആലുവയിൽ കൂടിയ യോഗം മലബാറിനും തിരുക്കൊച്ചിക്കും പ്രത്യേക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഐക്യ കമ്മിറ്റി പിരിച്ചുവിട്ടു.
കുട്ടിമാളു അമ്മ പുറത്തായി. KPCC വിഭജിക്കപ്പെട്ടതോടെ AV കുട്ടിമാളു അമ്മ പുതിയ കമ്മിറ്റി ഉണ്ടാക്കി. മലയാള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന പേരിൽ മലയാളം സംസാരിക്കുന്ന മുഴുവൻ പ്രദേശവും ഉൾപ്പെടുത്തിയായിരുന്നു കമ്മിറ്റി. AV കുട്ടിമാളു അമ്മ അധ്യക്ഷയായി രൂപീകരിച്ച മലയാള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കോഴിക്കോട് ചേർന്ന് മലയാള പ്രദേശ് യൂത്ത് കോൺഗ്രസ് രൂപീകരിച്ചു. സുകുമാർ അഴീക്കോട്, PP ലക്ഷ്മണൻ, K ഭാഗ്യനാഥൻ, AG നമ്പ്യാർ എന്നിവർ അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങൾ. മലയാള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ പുതിയ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ ലയിപ്പിച്ച് AICC ഉത്തരവ്. പുതിയ അധ്യക്ഷനായി കുട്ടിമാളു അമ്മയുടെ ഭർത്താവ് കോഴിപ്പുറത്ത് മാധവമേനോനെ വീണ്ടും നിയമിച്ചു. ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിരുന്ന കോൺഗ്രസിൽ പ്രവർത്തക സമിതി അംഗമായിരുന്നു ഒരു കാലത്ത് കുട്ടിമാളു അമ്മ. മലയാള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇല്ലാതായതോടെ മുഴുവൻ ശ്രദ്ധയും കോഴിക്കോട്ടെ അനാഥാലയ നടത്തിപ്പിലേക്ക് മാറ്റി. പിന്നീട് ഒരിക്കലും KPCCക്ക് വനിതാ അധ്യക്ഷ ഉണ്ടായില്ല. ഇലക്ഷൻ ഡെസ്ക് 24. പക്ഷെ നമ്മുടെ നേതാക്കന്മാരെല്ലാം സ്ത്രീകൾ എടുക്കണമെന്ന് പറയുന്ന കൂട്ടത്തിൽ അതെ അതെ ഋഷിവരുമ കാണത്തില്ല. അതെ അതെ ഈ വനിതാ സംവരണ പുരുഷന്മാരുണ്ടായിട്ടാണോ രാഷ്ട്രീയ രംഗത്ത്? ഇപ്പോൾ നമ്മൾ ഓർക്കായിരുന്നു ലതിക സുഭാഷ് സീറ്റ് കിട്ടാതെ KPCC ആസ്ഥാനമായ ഇന്ദിരാഭവന് മുന്നിൽ തലമുണ്ടനം ചെയ്ത ആ പഴയ ദൃശ്യങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിലെ തന്നെ എത്രയോ നാള് ചർച്ചയായിരുന്നു. അപ്പോൾ അത്തരം കഥകളൊക്കെ കേരളത്തിലെ വനിതാ സ്ത്രീ പ്രവർത്തകർക്ക് പറയാനുണ്ട്. എനിക്കൊന്ന് ഇനിയിപ്പോൾ ഇത് കൃത്യമായിട്ട് ഭരണഘടന വഴി പറഞ്ഞാലേ കാര്യം നടക്കും അല്ലേ? ഓക്കെ, നമുക്ക് ഇനി നമ്മൾ പോകുന്ന സെഗ്മെന്റ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടും. പുലിവാൽ. ഈ അല്ലെ വേലി തന്നെ വിളവ് തിന്നുക എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായിട്ട് പറയുന്ന പോലെ സംഭവമാണ്. വോട്ടിൽ കൃത്രിമം നടന്നോ എന്ന് നോക്കേണ്ട ആള് തന്നെ വോട്ട് പിടിക്കാൻ ഇറങ്ങിയാൽ എങ്ങനെ ഇരിക്കും? അമ്പല കമ്മിറ്റി കൺവീനർ ഭണ്ഡാരം കുത്തി തുറക്കുന്ന ഒരു അനുഭവം. അതെ, കോഴിക്കോട് LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി ബൂത്ത് ലെവൽ ഓഫീസർ പ്രചാരണം നടത്തിയെന്നാണ് പരാതി. അതെ അതെ, നല്ല കിടിലം പരാതിയാ. കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിലെ 4ാം ബൂത്ത് BLO ലതാ മോഹനെതിരെയാണ് പരാതി. BLOമാർ രാഷ്ട്രീയ പ്രചാരണം നടത്താൻ പാടില്ല എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ലംഘിച്ചെന്ന് കാണിച്ചാണ് മണ്ഡലത്തിന്റെ ചുമതലയുള്ള അഡ്വക്കേറ്റ് PM നിയാസ് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന് പരാതി നൽകിയത്. കിഴക്കേ കോട്ടപ്പറമ്പ് മേഖലയിൽ പ്രചാരണം നടത്തിയെന്ന് സൂചിപ്പിച്ച് ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി. ജില്ലയിൽ LDF BLOമാരെ ഉപയോഗപ്പെടുത്തി പ്രചാരണം നടത്തുന്നതായി DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ ആരോപിച്ചു. ഈ ജില്ലയിൽ BLOമാർ വ്യാപകമായി ഇപ്പോഴും രാഷ്ട്രീയം കളിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് 85+ഉം വികലാംഗ വോട്ടിനുമായി അപേക്ഷ കൊടുക്കാൻ പോകുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിലെ BLAമാരെ ഒപ്പം വിളിക്കണമെന്നാണ് ചട്ടം. എന്നാൽ പല BLAമാരും തയ്യാറായിട്ടില്ല. BLA പോലും അല്ലാത്ത ബ്രാഞ്ച് സെക്രട്ടറിയെയും LC മെമ്പറേയും കൂട്ടിയാണ് പല വീടുകളും പോയിരിക്കുന്നത്. ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് LDF പ്രതികരണം. UDFന്റെ പരാതിയിൽ ലതയോട് വിശദീകരണം തേടുമെന്ന് കലക്ടർ വ്യക്തമാക്കി. വടകര ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന് വേണ്ടി BLO വോട്ടഭ്യർത്ഥിച്ചതും വിവാദമായിരുന്നു. നാദാപുരം നിയോജക മണ്ഡലത്തിലെ 180ാം നമ്പർ ബൂത്തിലെ BLO P അബ്ദുൽ മുനീറിനെതിരെയാണ് LDF പരാതി നൽകിയിരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അബ്ദുൽ മുനീറിനെ സ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്തു. 24 കോഴിക്കോട്. വിജയകുമാറിന് അടുത്ത സെഗ്മെന്റ് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? നമ്മൾ ഇനി പോകുന്നത് വോട്ടർമാരുടെ ശബ്ദം അതിങ്ങനെ ഉറച്ചു കേൾപ്പിക്കുന്ന സെഗ്മെന്റ് ആണ്. മൈക്ക്. നിങ്ങൾക്കറിയാം, വിജയകുമാർ ചോദിക്കാൻ പറഞ്ഞു, നാളെ വിജയകുമാർ എങ്ങോട്ടാ യാത്ര? ഞാൻ ചാലക്കുടി മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ വൈകുന്നേരം നാളെ പ്രേക്ഷകർക്ക് അറിയുന്നില്ല, ഇവിടെ രാഷ്ട്രീയം പറയാം എന്ന പരിപാടി നാളെ ചാലക്കുടിയിൽ വൈകുന്നേരം 4 മണിക്ക് അവതരിപ്പിക്കുന്നത് S വിജയകുമാറാണ്. തിരുത്തുണ്ട്. ചാലക്കുടി മണ്ഡലത്തിന്റെ ഒരു ഭാഗമായ ആലുവയിലാണ് അവതരിപ്പിക്കുന്നത്. ഓക്കെ, അവിടെ ആൾക്കാർ ഇപ്പോഴും ക്ഷണിക്കാമല്ലോ, ക്ഷണിച്ചിരിക്കുന്നു. അപ്പോൾ ഈ തൃശ്ശൂർ മണ്ഡലത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ വന്നത്. അതിനിടയ്ക്കാണ് ഈ ചാലക്കുടി കയറി വന്നത്. ശക്തമായ ഒരു ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ. ഒരു സമ്പന്നമായ മണ്ഡലം. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും പ്രചാരണങ്ങളും തകൃതിയായിട്ട് നടക്കുമ്പോൾ തൃശ്ശൂരിലെ വോട്ടേഴ്സിന് എന്തായിരിക്കും പറയാനുള്ളത്? അല്ല, ഈ തൃശ്ശൂർ എന്തൊക്കെ നോക്കിയിട്ട് ആളുകൾ വോട്ട് ചെയ്യുക? തൃശ്ശൂർ വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവരും സ്ഥാനാർത്ഥികൾ നോക്കും, പാർട്ടികൾ നോക്കും. ഇപ്രാവശ്യത്തെ ചാൻസ് ആർക്കാന്ന് പറയാൻ പറ്റില്ല. 3 പേർക്ക് ഒരേ മാതിരിയുള്ള ചാൻസാണ്. ഇലക്ഷൻ വോട്ട് ചെയ്യും? വോട്ട് ചെയ്യും. അതാർക്കാ നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. വികസനം മാത്രം മതിയോ? ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു ചുറ്റുപാടും കൂടി ഉണ്ടാക്കി കൊടുക്കണ്ടേ? എന്തായിട്ട് ഇവിടെ ചർച്ചയാവേണ്ടത്? തൃശ്ശൂർ 3 നല്ല സ്ഥാനാർത്ഥികളാണ്. പക്ഷേ ഇടതുപക്ഷത്തിനാണ് മുൻകൂറായി തോന്നുന്നത്. ഇപ്പോൾ നിൽക്കുന്ന 3 പേരും നല്ല സ്ഥാനാർത്ഥികളാണ്. കൂടുതൽ ചാൻസുകൾ ഈ പറഞ്ഞ പോലെ സുനിൽകുമാറും നിൽക്കുന്നുണ്ട്, അതുപോലെ സുരേഷ് ഗോപിയും നിൽക്കുന്നു. 2 പേർക്കും ഏകദേശം കുഴപ്പമില്ല നിൽക്കുന്നു. എന്ത് കിട്ടുന്നൊന്നും ആർക്കൊന്നും പറയാൻ പറ്റില്ല. ഇതവണ ഒപ്പത്തിനൊപ്പം 3 പേര് നിൽക്കുന്നത്. സുനിൽകുമാർ ജയിക്കും. ജാതിയുടെ പേരിലും ഇതിൻ്റെ പേരിലും ഒക്കെ വോട്ട് പിടിക്കാന്ന് പറഞ്ഞ മോശം പരിപാടിയല്ലേ? മനുഷ്യനെ കാണാം, അവർക്ക് നമ്മൾ വോട്ട് ചെയ്യുക. തീരെ യോജിപ്പില്ല.
സുരേഷ് ഗോപി ജയിക്കുന്നുള്ള അഭിപ്രായമാണ്. കാരണം തൃശ്ശൂരിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവണമെങ്കിൽ സുരേഷ് ഗോപി ജയിക്കണം. ഇവരൊക്കെ ജയിച്ച ആര് പോയിട്ട് എന്താ കാര്യം? അവിടെ പാർലമെന്റിൽ ശബ്ദം ഉയർന്നിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ ശബ്ദങ്ങളാ. അവർ പോയിട്ട കാര്യമുള്ളൂ, അല്ലാതെ സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നവരാ അവരല്ലാതെ. ദിനേശ് ഹരിപ്പാട് പറയുന്ന ഒരു കാര്യം, വിജയേട്ടൻ്റെ മേഘപാളികൾക്കിടയിലൂടെയുള്ള ആ കമന്ററി കേൾക്കാൻ കാത്തിരിക്കുകയാണ്. ഇനി അതിന് ഒരുപാട് കാലം കാത്തിരിക്കേണ്ട കാര്യമില്ല. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ്. നോക്കാം. അതെ, സ്ഥിരം ഹരിപ്പാട് ദിനേശ്. അപ്പോൾ ഹരിപ്പാട് ദിനേശ് അല്ലെങ്കിൽ ദിനേശ് ഹരിപ്പാട് ഒരുപാട് കാലം കാത്തിരിക്കണ്ട. പക്ഷെ നമുക്കല്ലേ നമുക്ക് മേഘപാളികൾക്കിടയിലൂടെ ഇപ്പൊ തന്നെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് നമ്മൾ ആ നമ്പറൊക്കെ ഇറക്കും. നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? സ്കെൻ മാന്യമഹാജനങ്ങളെ, നമുക്ക് തർക്കമില്ലാത്തൊരു കാര്യം പറയാം. എല്ലാവരുടെയും വോട്ടിന് ഒരേ വിലയാണ്. പക്ഷേ ചിലരുടെ വാക്കുകൾക്ക് 100 വോട്ടെങ്കിലും കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ടാണ് പിന്തുണ ഉറപ്പിക്കാൻ പാർട്ടികൾ സാംസ്കാരിക നായകരെ അന്വേഷിച്ചു പോകുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂരിന് പിന്തുണ പ്രഖ്യാപിച്ച് 125 എഴുത്തുകാരെയാണ് അണിനിരത്തിയത്. നമ്മുടെ ടി പത്മനാഭനും ഉണ്ടായിരുന്നു. ജനപ്രതിനിധി എന്നതിലുപരി എഴുത്തുകാരനായും പ്രശസ്തി നേടിയ വ്യക്തി എന്ന നിലയ്ക്കാണ് ശശി തരൂരിന് വേണ്ടി സാഹിത്യകാരന്മാർ ഒത്തുകൂടിയത്. വളരെ മുതിർന്ന സാഹിത്യകാരന്മാർ മുതൽ കോളേജ് വിദ്യാർത്ഥികളായ എഴുത്തുകാർ വരെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തി. പാർലമെന്റ് വിഷയങ്ങളിലും ജനങ്ങളുടെ പ്രശ്നങ്ങളിലും ഒരുപോലെ ഇടപെടാൻ കഴിയുന്ന ആളാകണം ജനപ്രതിനിധിയെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത ടി പത്മനാഭൻ പറഞ്ഞു. തള്ളേണ്ടതാണെങ്കിൽ തള്ളുവാൻ, കൊള്ളേണ്ടതാണെങ്കിൽ കൊള്ളുവാൻ സാമാജികരെ നിർബന്ധിക്കുന്ന തൻ്റെ വാക്പാടവം കൊണ്ടും യുക്തിചാതുരി കൊണ്ടും ആക്കുവാൻ വേണ്ടിയാണ് ഒരു ജനപ്രതിനിധി അസംബ്ലിയിലേക്കോ അല്ലെങ്കിൽ പാർലമെന്റിലേക്കോ പോകുന്നത്. അല്ലാതെ അവിടെ പോയി ഗുസ്തി പിടിക്കുവാനല്ല. അവശതകളുണ്ടെങ്കിലും പെരുമ്പടവും ശ്രീധരനും ശശി തരൂരിന് വേണ്ടി വേദിയിലെത്തി. ശ്രീ ശശി തരൂർ നമുക്കേറെ പ്രിയപ്പെട്ട ഒരാളാണ്. പലതരത്തിലാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിമഹത്വം നമ്മൾ ആകർഷിക്കുന്നത്. അനുഗ്രഹീതനായ ഒരു എഴുത്തുകാരൻ, അനുഗ്രഹീതനായ ഒരു സാംസ്കാരിക നായകൻ, അനുഗ്രഹീതനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നീ നിലകളിൽ അദ്ദേഹം നമ്മുടെ സ്നേഹാദരങ്ങൾ ആർജിച്ചു കഴിഞ്ഞിരിക്കുന്നു. എഴുത്തുകാരുടെ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞ തരൂർ BJP സർക്കാർ തിരിച്ചുവരാൻ പോകുന്നില്ലെന്ന് പ്രതികരിച്ചു. ഒരു സംശയവും വേണ്ട, ഈ BJP സർക്കാർ തിരിച്ചു വരാൻ പോകുന്നില്ല. അതിനാണ് ഞങ്ങൾ എല്ലാവരും ബാധിക്കുന്നത്. അതിനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. തിരുവനന്തപുരം നെഹ്റു സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ എഴുത്തുകാരുടെ പുസ്തക പ്രകാശനവും നടന്നു. 24 തിരുവനന്തപുരം. അബ്ദുള്ള സീറ്റ് ചങ്കിക്കൊള്ളുന്നൊരു ചോദ്യം ചോദിക്കുന്നു. വിജയകുമാർ ഒന്ന് ശരിയായി നിന്നു. ബി പ്രിപ്പയർഡ്. 24ന്റെ MD ആയി നാളെ വനിതകളെ നിയമിക്കും SK. അത് എത്രയോ കമ്പനികളുടെ മാനേജിംഗ് ഡയറക്ടറായി വനിതകൾ. അതിലൊന്നും തടയാനൊന്നും ആർക്കും പറ്റില്ല. നിങ്ങൾക്ക് നാളെ ഒരു കമ്പനി ഒരു വനിതയ്ക്ക് ഉണ്ടാക്കണമെങ്കിൽ 2 പേരുണ്ടെങ്കിൽ ഒരു കമ്പനി തുടങ്ങാം, അതിന്റെ ഒരു MD ആവുകയും ചെയ്യാം. അല്ലേ? അത് 24 തന്നെ വേണമെന്ന്. അതെ, അതൊരു മാനേജ്മെന്റ് ഡിസിഷൻ, ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനമാണ്. പിന്നെ ഉള്ളവന്റെ പള്ളി കളഞ്ഞു വേണോ ഇതൊക്കെ ചെയ്യാൻ എന്നൊരു ചോദ്യമുണ്ട്. ഇനി നമുക്കൊരു ഇടവേള ആ ചോദ്യത്തിന്റെ ക്ഷീണം തീരട്ടെ. ഇടവേള കഴിഞ്ഞു വരുമ്പോ രാഷ്ട്രീയത്തിൽ ചില കാണാപ്പുറങ്ങൾ അന്വേഷിച്ചു പോകും നമ്മൾ. കാണാപ്പുറങ്ങൾ. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഇലക്ഷൻ സ്റ്റണ്ട് തുടരുകയാണ്. സ്റ്റണ്ട് തുടരണ്ടേ? അപ്പോൾ ഇത് ആരോ ഒരു സുഹൃത്ത് ചോദിക്കുന്നു, ചാലക്കുടിയിലേക്ക് വിജയകുമാർ പോകുന്നു, ആലുവയിൽ സംവാദവേദി അവതരിപ്പിക്കാന്ന് പറയുമ്പോൾ പൊളിച്ചു എന്ന് പറയുന്നു. ഓക്കെ, നന്നായി, പൊളിക്കുക. ഇനിയിപ്പോൾ തിരശ്ശീലയിലേക്കാണ്. നമ്മൾ ഈ പങ്ക്തിയിൽ ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ ചരിത്രമാണ്. വളരെ സംഘർഷഭരിതമായ കാലത്ത് പ്രധാനമന്ത്രിയായ ആളാണ് വിശ്വനാഥ് പ്രതാപ് സിംഗ് എന്ന VP സിംഗ്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടും അയോധ്യ രഥയാത്രയും ഒക്കെ നടന്ന കാലമായിരുന്നു അത്. VP സിംഗിനെ അവതരിപ്പിക്കുന്ന ഈ ഒരു തിരശ്ശീലയിൽ ഇന്നത്തെ മലയാളികൾക്ക് ഏറ്റവും പരിചിതനായ ഒരു വ്യക്തി കൂടി വരുന്നുണ്ട്. അതാരാണ് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ആലോചിക്കുന്നുണ്ടാകും. സസ്പെൻസ്. ആക്രമിക്കപ്പെട്ട ഈ കാർ വിശ്വനാഥ് പ്രതാപ് സിംഗ് എന്ന VP സിംഗിന്റേതാണ്. ബോഫോഴ്സ് അഴിമതിയിൽ പ്രതിഷേധിച്ചാണ് പ്രതിരോധ മന്ത്രി VP സിംഗ് രാജീവ് ഗാന്ധി സർക്കാരിൽ നിന്ന് രാജിവെച്ചത്. സ്വകാര്യ ചടങ്ങിന് പോകുമ്പോൾ ആക്രമിക്കപ്പെടുകയായിരുന്നു. പിറ്റേന്ന് ഡൽഹി സർവകലാശാല വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയാണ്. അവിടേക്ക് VP സിംഗ് കടന്നുവരുന്നു. ഇതാ ഒപ്പമെത്തി ആദ്യം പ്രസംഗിക്കുന്നത് ആരാണ്?
ഇതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ, ഇന്നത്തെ കേരള ഗവർണർ. രാജീവ് ഗാന്ധി സർക്കാരിൽ നിന്ന് രാജിവെച്ച മറ്റൊരു മന്ത്രി. പിന്നെ പാർലമെന്റിൽ അസാധാരണ നീക്കം. അഴിമതിയിൽ പ്രതിഷേധിച്ച് മുഴുവൻ പ്രതിപക്ഷ എംപിമാരുടെയും രാജി. ശേഷം ജനതാ പാർട്ടികളെ കോർത്തെടുത്ത് ജനതാദളിന്റെ രൂപീകരണം. രാജ്യചരിത്രത്തിലെ ഏറ്റവും സംഭവബഹുലമായ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നായിരുന്നു പിന്നീട്. എങ്ങും VP സിംഗ് സിന്ദാബാദ് മുദ്രാവാക്യങ്ങൾ. BJP പിന്തുണയോടെ VP സിംഗ് പ്രധാനമന്ത്രിയായി. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയതിലെ സംഘർഷം ആദ്യം, പിന്നെ LK അഡ്വാനിയുടെ രഥയാത്ര. ബീഹാറിലെത്തിയപ്പോൾ അത് തടഞ്ഞത് ലാലു പ്രസാദ് യാദവ്. अगर इंसान ही नहीं रहेगा, इंसान नहीं रहेगा, तो मंदिर में घंटी कौन बजाएगा या कौन बजाएगा? LK അഡ്വാനി അറസ്റ്റിലായി. BJP പിന്തുണ പിൻവലിച്ചതോടെ VP സിംഗ് മന്ത്രിസഭയും നിലംപൊത്തി. രാഷ്ട്രീയത്തിൽ പിന്നെയും സജീവമായിരുന്നെങ്കിലും ഉന്നത പദവികളിലൊന്നും പിന്നീട് VP സിംഗ് എത്തിയില്ല. ഇലക്ഷൻ ഡെസ്ക് 24. എന്തായാലും VP സിംഗ് ഒരു വല്ലാത്ത ക്യാരക്ടറായിരുന്നു. അതെ അതെ, ഈ മണ്ഡൽ അന്നൊരു മുദ്രാവാക്യം അത് ഇപ്പോഴും ഉണ്ട് സ്കെയിൻ. മണ്ഡൽ വേഴ്സസ് കമണ്ഡൽ. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ജനതാദളിലും ഒക്കെ ഉയർത്തിക്കൊണ്ട് വന്നപ്പോൾ അതിനെ നേരിടാൻ BJP രാഷ്ട്രീയം അന്ന് ഹിന്ദുത്വം അതിനെ കമണ്ഡൽ എന്നാണ് പറഞ്ഞത്. മണ്ഡൽ വേഴ്സസ് കമണ്ഡൽ, അതൊരു പ്രാസമായി ഇങ്ങനെ ഇപ്പോഴും പറയാറുണ്ട്. ഇനി നമുക്ക് വിജയകുമാർ, കുറെ ആൾക്കാർ കത്തയക്കുന്നുണ്ട്. രാധാകൃഷ്ണപിള്ള ചോദിക്കുന്നു, SK വിനീത വിജയുടെ കേസ് എന്തായി? നിങ്ങൾ സർക്കാരുമായിട്ട് രഹസ്യ ധാരണ വല്ലതും ഉണ്ടാക്കിയോ? എന്ത് ചേട്ടാ, നമുക്ക് ചേട്ടാ അത് കോടതി കിടക്കുകയാണ്. നിയമപരമായിട്ട് നിയമത്തിൻ്റെ വഴിയിലൂടെ തന്നെ നമ്മളതിനെ നേരിടും. മാത്രമല്ല കെട്ടിച്ചമച്ചൊരു കേസാണെന്ന നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നു. ഇനി കോടതി തീരുമാനിക്കട്ടെ കാര്യം, അല്ലേ? അപ്പോൾ ഇനിയും കണ്ടതും കേട്ടതും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കണ്ടതും കേട്ടതും. വിജയകുമാർ, തുടങ്ങാം. രാശിയും തിഥിയും ഒന്നും നോക്കാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അവരുടെ മുന്നിൽ മൈക്ക് അടിമുടി പണിമുടക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? മൈക്കിന് മുഖ്യമന്ത്രിയോടാണോ, മുഖ്യമന്ത്രിക്ക് ഇനി മൈക്കിനോടാണോ ഒരു പൊരുത്തക്കേടെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റില്ല. ഒരു പാർട്ടി കമ്മീഷൻ തന്നെ നിയമിച്ചാലേ ഇനി കാര്യം നടക്കും. കാണാം ഇന്നത്തെ നമ്മുടെ മൈക്ക് വിശേഷം. ശരിയാണോ? അല്ല, ഇതിനേക്കാൾ അടുപ്പിച്ചാൽ വായിക്കരുല്ലേ? ഇതിന്റെ ഓപ്പറേറ്റർക്ക് ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അല്ലെങ്കിൽ മൈക്ക് മാറ്റുന്നതല്ലേ? ഇത് ശരിയാണല്ലേ? പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കുറച്ച് കാലമായി ഈ പണി തുടങ്ങിയിട്ട് കേസ് വരെ എടുത്തു. പക്ഷെ പിന്നെയും അത് ആവർത്തിക്കുകയാണ്. പറഞ്ഞു വരുന്നത് ആരെക്കുറിച്ചാണെന്നല്ലേ? നമ്മുടെ മൈക്കിനെ കുറിച്ച്. മുഖ്യമന്ത്രി പ്രസംഗിക്കാനെത്തിയാൽ എന്തെങ്കിലും പ്രശ്നം അതുണ്ടാക്കും. മൈക്കും മുഖ്യമന്ത്രിയും തമ്മിൽ അത്ര നല്ല ബന്ധമല്ലെന്ന് ഉറപ്പാണ്. തലയോലപ്പറമ്പിൽ എല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്തി തുടങ്ങിയതാണ്. പക്ഷെ ഇന്നും ചതിച്ചു. കേരള കോൺഗ്രസുകാരൻ തോമസ് ചാഴികാടന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണമായതുകൊണ്ട് ക്ഷമിച്ചതാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ മുഖ്യൻ ഇങ്ങനെ ഒന്നുമായിരിക്കില്ല പ്രതികരിക്കുക. ക്ഷുഭിതനാകാതെ ചിരിച്ചതുകൊണ്ടാണോ എന്നറിയില്ല, ആംപ്ലിഫയറും ഒന്ന് ശ്രമിച്ചു നോക്കി പ്രസംഗം മുടക്കാൻ. പക്ഷെ അതും ഏറ്റില്ല. പണ്ട് ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ വെച്ച് കൂകിത്തോൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായതൊന്നും മറന്നു കാണില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. മൈക്കായാലും ആംപ്ലിഫയർ ആയാലും കസ്റ്റഡിയിലെടുത്തു വിരട്ടാൻ മടിയൊന്നുമില്ല. തെരഞ്ഞെടുപ്പായതുകൊണ്ട് അല്പം ഡിമാൻഡ് കൂടിയിട്ടുണ്ടെന്ന് അറിയാം. എന്നാൽ അത് കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കില്ലെന്ന് ഓർത്താൽ നല്ലത്. ഇനി പണി അറിയില്ലെന്നാണെങ്കിൽ എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്ന് ഒരു ക്ലാസ് കൂടി തന്നേക്കാം.
അതും BBC റെയ്ഡ് ഒരുപോലെയാണ് എന്ന് പറയാനാണ്. ഇതിന്റെ മൈക്കിന്റെ തരാതെ ഞാനാ ഉത്തരവാദി. മൈക്കിന്റെ അടുത്ത് നിന്ന് പറയണമെന്നാണ് ചങ്ങായി പറയുന്നത്. ആദ്യമായിട്ട് മൈക്കിന്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരാളോട് വിശദീകരിക്കുന്ന പോലെയാണ് വിശദീകരണം. ഇതെന്താ, ഇതെല്ലാം കുറേ സാധനമുണ്ട്, പക്ഷെ അതൊന്നും കൈകാര്യം ചെയ്യാൻ അറിയില്ല ശരിയായിട്ട് ശാസ്ത്രീയമായിട്ട്. ഈ മൈക്ക് ചെറിയതല്ല പ്രശ്നം. മൈക്ക് ഏറ്റവും ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു ഉപകരണമാണ്. എന്തൊക്കെയാണ് മാസ്റ്റർ പറയുന്നത് എന്തായാലും. ഇനി ഒരു ഇടവേളയാണ്. ഇടവേള കഴിഞ്ഞു വരുമ്പോൾ പുതുച്ചേരി മണ്ഡലത്തിലെ ഒരു രാഷ്ട്രീയ കൗതുകം നമ്മൾ കാണിച്ചു തരാം. ശരിക്കൊരു കൗതുകമാണ്. ഇടവേളയാണ്. വിജയകുമാർ, വെൽക്കം ബാക്ക്. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഇലക്ഷൻ സ്റ്റണ്ടിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മിനി ബാബു പറയുന്നു, പതിവായി കാണുന്ന ഒരു സീരിയൽ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഈ ഇലക്ഷൻ സ്റ്റണ്ട് കാണുന്നതെന്ന്. ഭയങ്കര ത്യാഗമാണ്. കണ്ടു കുറവൊന്നുമില്ലല്ലോ അല്ലേ? ത്യാഗം ആണ്, ഓരോ സംശയമൊന്നുമില്ല. റെജി വീട്ടി കല്ലേരി, നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ, അദ്ദേഹം പറയുന്നത് മൈക്ക് പണിക്ക് മുടക്കിയപ്പോൾ സദസ്സിലുള്ള ബിനോയ് വിശ്വ ഒഴികെ ബാക്കിയെല്ലാം പേടിച്ചുപോയി. ബിനോയ് വിശ്വത്തിന് ഒരു അബദ്ധവും പറ്റി. സ്ഥാനാർത്ഥിയുടെ പേര് തെറ്റി പറഞ്ഞു ഇന്ന് കോട്ടയത്ത്. അയ്യോ, വേറൊരു ചാഴിക്കാടനെ പറഞ്ഞു. അയ്യോ, കുഴപ്പമില്ല, അത് പിന്നെ പ്രശ്നമില്ല. പ്രചാരണത്തിനിടെ മിന്നായം പോലെ വരുന്ന സംഭവങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഇതാ മിന്നൽ. ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഒരു പാർട്ടിക്ക് 2 നയം. അതാണ് ഇന്നത്തെ നമ്മളുടെ കേസ്. അങ്ങനെ ഒരു രാഷ്ട്രീയ കൗതുകമുണ്ട് പുതുച്ചേരിക്ക്. പുതുച്ചേരി ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായി മാഹിയിൽ മാത്രം CPM ഇന്ത്യ മുന്നണിക്ക് ഒപ്പമല്ല. CPM ഈ മുന്നണിയുടെ അനുകൂലമായ നിലപാടെടുത്തിട്ടില്ല. മാഹിയിൽ അവരെ യുണൈറ്റഡ് റിപ്പബ്ലിക്കൻ പാർട്ടിക്കും മണ്ഡലത്തിലെ മറ്റിടങ്ങളിൽ കോൺഗ്രസിന് അനുകൂലമായിട്ടാണ് CPMന്റെ പിന്തുണ വരുന്നത്. ഒരു മുറ്റത്ത് 2 കച്ചവടം. ഇന്ത്യ മുന്നണിയുടെ കരുത്തരും കർമ്മോത്സുകരുമായ സ്ഥാനാർത്ഥി തന്റെ വോട്ടർമാരെ നേരിൽ കണ്ട് ഒറ്റപ്പെടുത്തിച്ചുകൊണ്ട് ഇതുവഴി കടന്നു വരികയാണ്. പുതുച്ചേരി ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് മാഹി. ഒറ്റ ലോക്സഭാ മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കേണ്ട രാഷ്ട്രീയ പ്രതിസന്ധിയുണ്ട് CPIM-ന്. പുതുച്ചേരി ലോക്സഭാ മണ്ഡലത്തിലെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി കോൺഗ്രസിലെ V വൈദ്യലിംഗം, BJP പ്രധാന എതിരാളി, പുതുച്ചേരി, യാനം, കാരക്കൽ, മാഹി എന്നിങ്ങനെ ചിതറിക്കിടക്കുന്ന കേന്ദ്രഭരണ പ്രദേശം. ശക്തമായ സംഘടനാശേഷിയുള്ള മാഹിയിൽ CPIM പിന്തുണ യുണൈറ്റഡ് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി K പ്രഭുദേവന്. മാഹി ഒഴികെ മറ്റിടങ്ങളിൽ CPIM-ന്റെ പരസ്യ പിന്തുണ കോൺഗ്രസ് സ്ഥാനാർത്ഥി V വൈദ്യലിംഗത്തിന്. നിലപാട് മാറ്റം ആവശ്യപ്പെടുന്നു പുതുച്ചേരി കോൺഗ്രസ്. പാണ്ടിച്ചേരിയിലെ വേറെ, ഇങ്ങ இருக்கிறவங்க നിലപാട് വേറെ. സോ அவங்க they will discuss within the party, they will decide. அவங்க സപ്പോർട്ട് പண்றதுக்கு വായ്പ ഇருக்கு. UDF-ഉം LDF-ഉം ഇഞ്ചോടിഞ്ച് പൊരുതുന്ന വടകര ലോക്സഭാ മണ്ഡലത്തിനകത്തെ ചെറുതുരുത്താണ് പുതുച്ചേരിയുടെ ഭാഗമായ മാഹി. മാഹി മുറിച്ചു കടക്കാതെ വടകരയിലെ സ്ഥാനാർത്ഥികൾക്ക് മണ്ഡലത്തിലെ എല്ലായിടങ്ങളിലും പ്രചരണത്തിനെത്താനാകില്ല. രാഷ്ട്രീയ തിരിച്ചടി ഭയമാണ് വ്യത്യസ്ത നിലപാടിന് CPIM-നെ പ്രേരിപ്പിച്ചത്. 24 കണ്ണൂർ. ജോർജ് ജോൺ പറയുന്നൊരു കാര്യം, വന്യമൃഗശല്യമുള്ള ആളുകൾ എന്തിനു വോട്ട് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. ഫെൻസിങ് ഇടാൻ പോലും ഫണ്ട് അനുവദിക്കാത്ത രാഷ്ട്രീയ കക്ഷികളെല്ലാം ഒരുപോലെയാണ്. അത് കമ്മീഷൻ കുറവായിരിക്കും, അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. പക്ഷെ വോട്ട് ചെയ്യാതിരിക്കരുത് കേട്ടോ. നമ്മുടെ വോട്ടെന്ന് പറയുന്നത് നമ്മുടെ 5 കൊല്ലത്തിലൊരിക്കൽ നമുക്ക് കിട്ടുന്ന വലിയൊരു അവകാശമല്ലേ. അത് തീർച്ചയായിട്ടും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ്. അതുകൊണ്ട് വോട്ട് ചെയ്യണം എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ. അവരുടെ പ്രശ്നം പരിഹരിക്കുമെന്ന് ഉറപ്പ് തരുന്നവർക്കാണ്. അതെ, നിങ്ങൾ ചോദിക്കണം, മുഖത്ത് നോക്കി ചോദിച്ചേക്കണം. കാര്യം ഇപ്പം നിന്ന് തരും അവർ, അല്ലേ? പിന്നീട് ചിലപ്പോൾ കണ്ടില്ലെന്ന് വരും, പക്ഷെ ഇപ്പം നിന്ന് തരും. ഇനി കമ്പക്കെട്ട്. സിനിമാറ്റിക് ആണ് തമിഴ് രാഷ്ട്രീയം, സംശയമില്ല. അതെ, അതിനിപ്പോ സിനിമാ താരം തന്നെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. സ്ഥാനാർത്ഥികളുടെ പ്രചാരണ രീതികൾക്കെല്ലാം ഉണ്ട് എടുത്തു പറയാൻ ഓരോരോ പ്രത്യേകതകൾ. പക്ഷേ ഡിണ്ടിഗൽ മണ്ഡലത്തിലെ പട്ടാളി മക്കൾ സ്ഥാനാർത്ഥി തിലകവാമയുടെ പ്രചാരണം അങ്ങനെ വെറുതെ അല്ല, വേറിട്ടതാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് പതിവ് നമ്പറുകൾ പലതുണ്ടെങ്കിലും തിലകവാമ എടുക്കുന്നത് ചില്ലറ പണിയൊന്നുമില്ല കേട്ടോ. ആ ശമരത്ത് കണ്ടു നോക്ക്. DMK മുന്നണിയിൽ CPIM സ്ഥാനാർത്ഥി R സച്ചിദാനന്ദം മത്സരിക്കുന്ന ഡിണ്ടിഗൽ മണ്ഡലം ശ്രദ്ധേയമാകുന്നത് ഇവിടത്തെ NDA മുന്നണി സ്ഥാനാർത്ഥിയുടെ പ്രചരണ രീതിയിലൂടെയാണ്. പാട്ടാളി മക്കൾ കക്ഷിയുടെ സംസ്ഥാന ട്രഷറർ P തിലകവാമയാണ് NDA സ്ഥാനാർത്ഥി.
തുണി കഴുകലും ദോശ ചുടലുമൊക്കെ യഥേഷ്ടമുള്ള തമിഴ്നാട് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ കുറച്ചുകൂടി വഴി മാറ്റി ചവിട്ടുകയാണ് പി തിലകഭാമ. ആദ്യം വയൽ കൃഷിയിൽ നിന്നും തുടങ്ങാം. വെറുതെ ഫോട്ടോ എടുക്കാനുള്ള നമ്പരൊന്നുമല്ല, ആൾക്കൊപ്പം നിന്ന് നല്ല പ്രൊഫഷണലായി തന്നെ ഞാറ് നടുകയാണ് തിലക. ഞാറു നട്ട ശേഷം നേരെ കൃഷിത്തോട്ടത്തിൽ കിളയ്ക്കലും വളമിടലും തകൃതി. ഞാറും നട്ടു, വളവുമിട്ടു. ഇനി നേരെ വിളവെടുത്ത വെങ്കായക്കടയ്ക്ക് പോകല. അവിടെ തിലകക്ക മറ്റൊരു റോളിലാണ്. ഇനി വിളവെടുത്ത കരിമ്പിന്റെ നല്ല ജ്യൂസ് തയ്യാറാക്കുന്നത് പി തിലകഭാമ. കൃഷി കഴിഞ്ഞാൽ പിന്നെ പാചകമാണ്. അതായത് സ്ഥാനാർത്ഥിയായി വെറുതെ കൂപ്പുകയുമായി നടക്കുകയൊന്നുമല്ല തിലകഭാമ. തിലകഭാമ വാഴ്കെ എന്നത് മാറ്റി ഉഴൈപ്പാളി അക്ക വാഴ്കെ എന്നാണ് ഇപ്പോൾ കൂടെയുള്ളവരുടെ മുദ്രാവാക്യം വിളി. ജയസാധ്യതയിൽ CPIM-നും AIADMK-ക്കും പിന്നിൽ മൂന്നാമതാണ് തിലകഭാമ എന്നാണ് സൂചനകൾ. പക്ഷേ ഈ പെൺകരുത്ത് വേറിട്ട വഴിയിലൂടെ വാർത്തകളിലെ താരമാകുന്നു. ഇലക്ഷൻ ഡെസ്ക് 24. വിജയ, തിലകഭാമ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം എന്തൊക്കെ പറഞ്ഞാലും അല്ലേ, കാപട്യൊന്നുമില്ലെന്ന് തോന്നുന്നു അല്ലേ. എന്തായാലും അവിടുത്തെ മത്സരത്തിന് പണിയറിയാമല്ലോ, അവർക്ക് പണിയറിയാം. അപ്പോൾ ഇനി ഈ വാഹനത്തിന് പിന്നാലെ EMS ആലത്തൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ച ഒരു കാലമുണ്ട്. 1975 വെറും 1999 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം വിജയിച്ചത്. പിന്നീട് MP ആയ VS വിജയരാഘവനാണ് EMS-നെയും CPM-നെയും അന്ന് വിറപ്പിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ മെഗാഫോണായി പ്രചാരണം നടത്തിയ ആളാണ് K ചെല്ലമണി. ചരിത്ര മത്സരത്തിന് മുഴങ്ങിയ ആ മെഗാഫോണുമായി ഇപ്പോഴും സജീവമാണ് നമ്മുടെ അന്നത്തെ ചെല്ലമണി. പ്രിയപ്പെട്ട വോട്ടർമാരെ, ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥിയായ സഖാവ് K രാധാകൃഷ്ണന് ചുറ്റിയേരിവോ നക്ഷത്ര മലയാളത്തിൽ വോട്ടുകൾ നൽകി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. EMS ആലത്തൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോഴാണ് ചോര തിളച്ചു നിന്ന പ്രായത്തിൽ ചെല്ലമണി മെഗാഫോണുമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുന്നത്. EMS-ന് വേണ്ടി മെഗാഫോണിലൂടെ വോട്ട് ചോദിച്ച് ഇടവഴികളിലൂടെ ചെല്ലമണിയും സഹപ്രവർത്തകരും നടന്നു. സന്ധ്യ മയങ്ങി കഴിയുമ്പോഴായിരുന്നു അന്നത്തെ പ്രചരണങ്ങൾ. വീടുകളധികം ഇല്ലാതിരുന്ന കാലത്ത് മെഗാഫോണിലൂടെ കുന്നിൻ മുകളിൽ കയറി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നത് 2 കിലോമീറ്റർ അപ്പുറം വരെ വ്യക്തമായി കേൾക്കാൻ സാധിക്കുമായിരുന്നുവെന്ന് ചെല്ലമണി പറയുന്നു. രാത്രി ഒരു 8 മണിക്ക് ശേഷമാണ് ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രചരണം നടത്താൻ പോകുന്നത്. അത് പോകുമ്പോൾ ഇതിന്റെ പ്രചരണം കേൾക്കുമ്പോൾ വീട്ടിലുള്ള അമ്മമാരും വോട്ടർമാരും എല്ലാ രക്ഷിതാക്കളൊക്കെ തന്നെ മണ്ണെണ്ണ വിളക്കും കൈപ്പിടിച്ചുകൊണ്ട് വെളിയിലോട്ട് റോഡിലേക്ക് അല്ലെങ്കിൽ മുറ്റത്ത് ഇറങ്ങി വന്ന് ഇത് പറയുന്നതിന്റെ ആ ഒരു കേൾവി കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തു നിൽക്കും. പിന്നീട് വന്ന എല്ലാ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ചെല്ലമണിയും മെഗാഫോണും ഇടതുപക്ഷത്തിനായി ശബ്ദിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ സ്വന്തം പ്രചാരണത്തിനും ചെല്ലമണി മെഗാഫോൺ ഉപയോഗിച്ചു. ഇത്തവണ K രാധാകൃഷ്ണന് വേണ്ടിയാണ് പ്രചാരണം. പാർട്ടി പ്രവർത്തകരും ചെല്ലമണിക്കൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. അടുത്ത തിരഞ്ഞെടുപ്പ് വാർത്തയുമായി കാണും വരെ ക്യാമറമാൻ മുഹമ്മദ് ഏലപ്പാറയ്ക്കൊപ്പം S ശ്യാംകുമാർ, 24 ആലത്തൂർ. അതും പൊളിച്ചു അല്ലേ, അത് പൊളിച്ചു നന്നായി. ചെല്ലമണിയുടെ വീരമണി. അപ്പോൾ എന്തായാലും ചെല്ലമണിയുടെ സംഭവം സ്കോർ ചെയ്തു. വിജയകുമാർ, നമുക്കിനി ഞായറാഴ്ച വൈകുന്നേരം, ഞായറാഴ്ച രാത്രി 7 മണി മുതൽ നമ്മൾ ഈ ഇലക്ഷൻ അഭിപ്രായ സർവേ 24 ഇലക്ഷൻ അഭിപ്രായ സർവേ ആരംഭിക്കുകയാണ്. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലൂടെ നമ്മൾ നടത്തിയ നല്ല സാമ്പിൾ എടുത്തുകൊണ്ട് നടത്തിയ ഒരു മൂഡ് ട്രാക്കർ ആയിരിക്കും ഈ സർവേ. അപ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് ഫലമല്ല, അതേസമയം കേരളത്തിലെ ജനങ്ങൾ ഓരോ മണ്ഡലത്തിലും എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയാൻ ഒരു പക്ഷേ ഈ പരിപാടി നിങ്ങൾക്ക് ഉപകരിച്ചെന്ന് വരും. അടുത്ത ഞായറാഴ്ച രാത്രി 7 മണി മുതൽ ഈ പരിപാടി കാണാം. 5 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു അഭിപ്രായ സർവേയുടെ സംപ്രേഷണം ഞങ്ങൾ ആരംഭിക്കുന്നു. അപ്പോൾ നിങ്ങൾ കാണണം, വിലയിരുത്തണം. അപ്പോൾ നമുക്ക് ഇന്ന് നിർത്തിയാൽ മതി, ഇത് നിർത്താം. മാത്രമല്ല KR ഗോപികൃഷ്ണൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇലക്ഷൻ സ്റ്റണ്ടിന് നാളെ രാത്രി 7 മണിക്ക് ഇനി